നമുക്ക് ചോറിന് പകരമായിട്ടൊന്നുമില്ല കേട്ടോ. അപ്പൊ എന്തുണ്ടാക്കുന്ന ആലോചിച്ച് നിന്നപ്പോഴാണ് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് നമ്മളെ ഉപ്പിലിട്ട മാങ്ങക്കുട്ടന്മാരുടെ കാര്യം കേട്ടോ. അമ്മ അതേ റൂമില് മൂലയ്ക്ക് ഒരു സൈഡിൽ ഒളിപ്പിച്ച് വെക്കാറാണ് കേട്ടോ സാധാരണ പതിവ്. കാരണം കൂടുതലായിട്ട് ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി. ആ ഭരണിയുടെ കുപ്പി അങ്ങോട്ട് തുറക്കുമ്പോഴുള്ള മണം ഉണ്ടല്ലോ എന്റെ മോനെ, വല്ലാത്തൊരു മണം തന്നെയാണ് കേട്ടോ. അപ്പൊ ഞാനൊരു 4-5 കഷ്ണം മാത്രമേ എടുക്കുന്നുള്ളൂ, ഓവറായിട്ട് എടുക്കുന്നില്ല. ഒരു 2-3 ദിവസത്തിനുള്ള മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. ആവശ്യത്തിനുള്ള മാങ്ങ എടുത്തതിന് ശേഷം ദേ തിരിച്ച് ഭരണി അടച്ച് ഭദ്രമായി എവിടെയാണോ കിട്ടിയത് അവിടെ തന്നെ കൊണ്ടുവച്ചു കേട്ടോ. ഉപ്പിലിട്ട മാങ്ങ കണ്ടു കഴിഞ്ഞാൽ പിന്നെ വായിൽ വെള്ളം വരുന്നതുകൊണ്ട് ഒരു കഷ്ണം ടേസ്റ്റ് ചെയ്യാതെ പിന്നെ ഞാൻ വിടൂല കേട്ടോ. അങ്ങനെ ഒരു കഷ്ണം ടേസ്റ്റ് ചെയ്തതിന് ശേഷം ദേ ഞാൻ നമ്മുടെ മാങ്ങക്കുട്ടന്മാരെ അരിയാൻ പോവാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. എന്റെ കയ്യിൽ മുറി ഉള്ളതുകൊണ്ട് തന്നെ ഉപ്പ് തട്ടിയിട്ട് നന്നായിട്ട് നീറുന്നുണ്ട് കേട്ടോ. അപ്പൊ ദേ നമ്മൾ അരിഞ്ഞു വെച്ച മാങ്ങക്കുട്ടന്മാരെ ഒരു പാത്രത്തിലേക്ക് ആക്കി കേട്ടോ. ഇനിയാണ് നമ്മുടെ മെയിൻ കലാപരിപാടി കേട്ടോ. നമ്മളൊരു ചെറിയ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ട് അതിൽ നമ്മുടെ 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് പച്ച ചുവ പോകാൻ വേണ്ടിയിട്ട് മുളക് പൊടി നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. എന്നിട്ട് നമ്മൾ ദേ മാങ്ങാക്കുട്ടന്മാരിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. മുളക് പൊടി വറുത്തിട്ടതിന് ശേഷം ദേ അതേ ചട്ടി നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ ഉലുവ വറവിടാൻ പോവാണ് കേട്ടോ. അതൊരു പ്രത്യേക ടേസ്റ്റ് ആണ്. ഉലുവയും അതുപോലെ കറിവേപ്പിന്റെ ഇലയും കൂടെ വെളിച്ചെണ്ണയിൽ ഇട്ട് വറുത്തിടുന്നത്. അങ്ങനെ നമ്മുടെ ദേ ഉലുവക്കുട്ടന്മാരെ ഇട്ടു. വാങ്ങിയതിന് ശേഷം ദേ ഞാൻ നല്ല 2 ഇല്ലി കരിവേപ്പിന്റെ ഇല ഇട്ടു കേട്ടോ. ഇനി ദേ ചൂടോടെ നമ്മളെ മാങ്ങാക്കുട്ടന്മാരിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണേ. ഇനി നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. കുറച്ച് വെള്ളത്തിന്റെ കുറവുണ്ട്. അപ്പൊ ദേ കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ഇതുവരെ നിങ്ങൾ ട്രൈ ചെയ്തില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ചോറിന്. പിന്നെ ഒന്നും വേണ്ട. അപ്പൊ ബൈ ബൈ.